ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. ബോവിന്റെ ബോഡിക്കുള്ളിലേക്ക് വന്ന നമ്മുടെ കുക്കുവും വെജീറ്റയും അവർ രണ്ടുപേരും ബാക്ക് ടു നോർമൽ ആയതിനു ശേഷം ആ കമ്മലൊക്കെ പൊട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരെയായിട്ട് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പഴയ ബൂവെ കാണും. എന്തുകൊണ്ടായിരിക്കും അവന്റെ പഴയ രൂപത്തെ അബ്സോർബ് ചെയ്തെടുത്തതെന്ന് ഗോക്കു ചിന്തിച്ചു നിൽക്കുന്ന അതേ സമയം ബൂ ആണെങ്കിൽ അവന്റെ വയറ്റിനുള്ളിലൂടെ അറ്റാക്ക് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് വരും. ഗോക്കുവും വജീറ്റയും അവർ രണ്ടുപേരും സൂപ്പർ സയൻ മോഡിലേക്ക് പോയി അവിടെ തകർക്കാൻ ശ്രമിക്കുമെങ്കിലും ബോവിന്റെ ബോഡിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. ബോ ആണെങ്കിൽ അവരെ ഓരോ ആംഗിളിലൂടെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ സുപ്രീം കായ്ക്കും എൽഡർ കായ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർ ഭയത്തോടു കൂടെ അങ്ങനെ നോക്കി നിൽക്കും. മറ്റൊരു ഭാഗത്ത് ഡെണ്ടയും സെയ്റ്റാനും പട്ടിക്കുട്ടി ആണെങ്കിൽ ദൂരത്തായിട്ടൊരു ഭാഗത്ത് മാറിയിരുന്ന് ബോ അനങ്ങാൻ നിൽക്കുന്നത് കണ്ട് ക്ഷമയോടുകൂടെ എന്താ സംഭവിക്കുന്നത് നിരീക്ഷിക്കും. ബോ ആണെങ്കിൽ അവരെ കളിയാക്കി ചിരിക്കുന്നത് കണ്ട വജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ ഒരുപാട് പവർ അവർ നേരെ അയക്കുകയാണ്. പക്ഷെ ബോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അങ്ങനെ തൂങ്ങി ആടി നിൽക്കും. എന്തുപറ്റി? അവളുടെ പവറും ആവേശമൊക്കെ നഷ്ടപ്പെട്ടു പോയോ? ഞാനിപ്പോഴും ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. അത് കണ്ട ഗോക്കുവും വെജീറ്റയും വീണ്ടും സൂപ്പർ സയൻ മോഡിലേക്ക് പോവാണ്. ഗോക്കു ആണെങ്കിൽ വെജീറ്റയോട് പറയും, നമ്മൾ ഒരു കാരണവശാലും അവന്റെ ഈ ഒരു ലൂപ്പിൽ പെട്ടുപോകാനായിട്ട് പാടില്ല. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത് പറഞ്ഞ് ഒരു ബ്ലാസ്റ്റ് അവന്റെ നേർക്ക് പ്രയോഗിക്കുകയാണ്. അവിടെ വലിയൊരു ദ്വാരം ഉണ്ടാവും. അവൻ എവിടെ പോയെന്ന് പറഞ്ഞ് അവർ ചുറ്റും നോക്കുമ്പോൾ അവരുടെ മുൻപിലേക്ക് അവൻ വരും. നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു എന്റെ ശരീരത്തിൽ വെച്ച് എന്നെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന്? വെറും വിട്ടികളെ പോലെ നിങ്ങൾ വീണ്ടും വീണ്ടും അതന്നെ ചെയ്യാണോ ചോദിക്കും. അതിനവരാണെങ്കിൽ പരസ്പരം ഫേസ് ടു ഫേസ് നോക്കും. അടുത്ത നിമിഷം ബൂ ആണെങ്കിൽ വെജീറ്റയെ അടിച്ച് താഴെയിടും. നിന്റെ പവറാണ് ആദ്യം ഞാൻ അബ്സോർബ് ചെയ്തെടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് അവന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടി തുടങ്ങും. അത് കണ്ട ഗോക്കു ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ ഭാഗം തകർത്ത് കളഞ്ഞ് ഒറ്റയായിട്ട് മുൻപോട്ടേക്ക് പായാണ്. ബോ ആണെങ്കിൽ പിന്നാലെ പോയി അവരെ പിടിച്ചു വലിച്ച് താഴെയിടും. അവന്റെ പവർ അബ്സോർബ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ആദ്യം അബ്സോർബ് ചെയ്യാ നിന്നെ ആയിരിക്കുന്നു പറഞ്ഞ് ഇപ്പൊ ഗോക്കുവിന്റെ നേർക്ക് തിരിയും. ഗോക്കു ആണെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ വെജീറ്റയും തൂക്കിയെടുത്ത് അവിടുന്ന് അങ്ങനെ പറന്നു പോവാണ്. വെജീറ്റ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ പരാക്രമം കണ്ട് അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ ഓരോ ഭാഗത്തൂടെ ഗോക്കുവിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ പവർ വെച്ച് ഓരോ അറ്റാക്കും അവനെ തകർക്കും. പക്ഷെ ഞൊടിയിടയിൽ റീജനറേറ്റ് ചെയ്ത് അവൻ ഗോക്കുവിന്റെ പിന്നാലെ വരും. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ നടക്കുന്ന ഫൈറ്റ് ഒന്നും കാണാൻ കഴിയില്ല. ഓ, എന്റെ ലൈഫ് തന്നെ ഞാൻ കൊടുത്തിട്ടും നടക്കുന്ന വലിയ പോരാട്ടം മാത്രം കാണാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയും. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഒരുപാട് നേരം ഓടി തളർന്ന് ഒരു ഭാഗത്ത് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കുമ്പോൾ പൂവാണെങ്കിൽ വീണ്ടും അവന്റെ അടുത്തേക്ക് വരും. ഗോക്കു വീണ്ടും ശക്തമായി അവനെ ആഞ്ഞടിച്ച് അവിടെ ഓടി മുൻപോട്ടേക്ക് മാറും. ആണെങ്കിൽ പതിയെ എഴുന്നേക്കും. ഇവിടെ ബൂ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, അതെ നിനക്ക് നല്ല പവറുണ്ട്, പക്ഷെ നിനക്ക് ഉന്നം വെക്കാൻ അറിയില്ല എന്ന് പറയും. ഗോക്കു ആണെങ്കിൽ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ബൂവിന്റെ ഒരു അറ്റാക്ക് ഡൈവേർട്ടായി ആ പഴയ ബൂവിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട പുതിയ ബൂ ആണെങ്കിൽ അത് കവർ ചെയ്ത് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുകയാണ്. ഇവിടെ വെജീറ്റ ആണെങ്കിൽ ആ കാര്യം കറക്റ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യും. ഇവിടെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് തളർന്ന ഗോക്കു ആണെങ്കിൽ ഒരു ഭാഗത്തിരിക്കുകയാണ്. അത് കണ്ട് ബൂ ആണെങ്കിൽ അവനെ നോക്കി ചിരിച്ച് അവന്റെ അടുത്തേക്ക് വരും. എന്തുപറ്റി, നീ തളർന്നു പോയോ? ഇത് നിന്റെ അൾട്ടിമേറ്റ് പവർ ആണെങ്കിൽ ഒരു ഫൈറ്റ് ഒരുപാട് നേരം നീണ്ടു നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞ് അവൻ ഗോക്കുവിനെ കൊല്ലാൻ പവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോഴായിരിക്കും വെജീറ്റ അവരുടെ ശ്രദ്ധ അവന്റെ അടുത്തേക്ക് ക്ഷണിക്കുക. ബൂ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. ഓൾഡ് ബൂവെ ആ ഒരു കവറിങ്ങിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് പോവാണ്. എന്റെ ഒരു അറ്റാക്ക് പോലും ഇതുവരെ നീ കണ്ടിട്ടില്ല. ഞാൻ ഇവനെ മോചിപ്പിക്കാൻ പോവാണ്. ഇത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പോവും. ആണെങ്കിൽ ഇപ്പോ വെജീറ്റ ചെയ്യുന്ന കാര്യം കണ്ട് ഷോക്കാവും. അങ്ങനെ ഒരു വമ്പൻ ട്വിസ്റ്റ് അത് അവൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഇവനെ മോചിപ്പിച്ച നീ പഴയതുപോലെ തടിയനാവോ അതോ മെലിഞ്ഞിരിക്കോ? എനിക്കതാണ് ഏറ്റവും വലിയ സംശയം എന്ന് പറയും. ബോ ആണെങ്കിൽ കൺട്രോൾ പോയി ദേഷ്യപ്പെട്ട് പറയും, നീ എന്തായി ചെയ്യണേ? മര്യാദയ്ക്ക് അതിനെ വിട്. എനിക്കാണെങ്കിൽ അവന്റെ കോൺഫിഡൻസ് കൂടി വരും. എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇവനെ ഒഴിച്ച് ബാക്കിയുള്ളവരെ എല്ലാവരെയും എന്തുകൊണ്ടാണ് കൊന്നു കളഞ്ഞതെന്ന്. ഇവനെ മോചിപ്പിച്ച നിനക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അത് കേട്ട് ബൂ ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും, പ്ലീസ് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് ഞാനായിട്ട് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ബൂ ആണെങ്കിൽ വെജീറ്റയുടെ അടുത്തേക്ക് പാഞ്ഞടുക്കും. പക്ഷേ ആണെങ്കിൽ ടെററായിട്ട് പറയും, ഇത് ഞാൻ ചെയ്യും. ഇതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് അതങ്ങനെ വലിച്ചു പറിച്ചെടുക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു ബൂ തകർന്ന് താഴേക്ക് വീഴുള്ള വലിയ ബോഡിക്കും ഇപ്പൊ നല്ല രീതിയിൽ ഇമ്പാക്ട് പറ്റി താഴേക്ക് വീഴുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പോ വെജീറ്റയോട് പറയും, എന്തോ കാര്യമായിട്ട് സംഭവിക്കാൻ പോവാണ്, കാരണം എന്താ സംഭവിക്കാന്ന് പറയാൻ കഴിയില്ല. പക്ഷെ വെജീറ്റയ്ക്കാണെങ്കിൽ വലിയ കുലുക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടെ നന്നാവുമെന്നാണ്. മറ്റാണെങ്കിൽ അവൻ നിലവിളിക്കുന്നത് കണ്ട് ഡണ്ടയോട് ചോദിക്കും, അവൻ എന്താ സംഭവിക്കുന്നത്, എന്തിനാ അവൻ കരയുന്നത്? ഡണ്ട പറയും, എനിക്ക് അറിയില്ല.
കട്ട് ചെയ്താ ഇവിടെ ഗോക്കു ആണെങ്കിൽ വെജിറ്റയോട് പറയും, നമ്മുടെ മുൻപിൽ അധികം സമയമില്ല, എത്രയും വേഗം നമ്മുടെ ആൾക്കാരുമായിട്ട് കൊടിയിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരെല്ലാം തൂക്കിയെടുത്ത് ആ ഒരു ബമ്പർ സ്പീഡിൽ അങ്ങനെ പറന്നു പോവാണ്. നോ, പുറത്തേക്ക് പോകേണ്ട എക്സിറ്റ് അത് എവിടെ നമ്മൾ കണ്ടുപിടിക്കും? ഇവിടെ ഒന്നും കാണുന്നില്ല. മാത്രമല്ല ഇവിടെ എന്തൊക്കെയോ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോവിന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് വായു അങ്ങനെ പുറത്തേക്ക് ചീറ്റി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഗോക്കുവും വെജിറ്റയും ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് കുതിച്ചിട്ടും അവർക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. ആണെങ്കിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല, വീണ്ടും പരിശ്രമിച്ച് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ ഇപ്പൊ ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ആ ചൂട് താങ്ങാൻ പോലും കഴിയുന്നില്ല. വെജിറ്റ ഗോക്കുവിനോട് പറയും, ഇവിടെ ശരിക്കും എന്താ സംഭവിക്കണേ? എങ്ങനെയൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇവന്റെ ബോഡി അത് വെന്തുരുകയാണ്. ഈ ചൂടിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഗോക്കു ആണെങ്കിൽ എങ്ങനെയൊക്കെയോ മുൻപോട്ടേക്ക് വരുന്ന സമയം എന്റെ കയ്യിലുണ്ടായിരുന്ന ബോവിന്റെ കിഴി അത് താഴേക്ക് പോവാണ്. ഗോക്കു ആണെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കുമെങ്കിലും അവന്റെ നിതംബം അത് പോയി ആ ഒരു ലാവയിൽ പതിച്ച് അവന്റെ ബാക്ക് അത് കത്തിക്കരിയാണ്. അവൻ വേദനയോട് നിലവിളിക്കും. ഈച്ചയാണെങ്കിൽ നിലവിളി കേട്ട് അവന്റെ അടുത്തേക്ക് വരും. എന്തു പറ്റി? എന്താ ഉണ്ടായേ? നീ ഓക്കെ ആണോ? അതിന് ഗോക്കു പറയും, എന്റെ ബാക്ക് പൊള്ളി കരിഞ്ഞുപോയി, അവനിപ്പോ വെന്തുരുകിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം നമ്മൾ രക്ഷപ്പെട്ടേ പറ്റൂ. അവന്റെ ബോഡിയിലെ ചൂട് അത് നമുക്ക് താങ്ങാൻ കഴിയില്ല. അവരത് പറയുന്ന അതേ നിമിഷം തന്നെ ഇപ്പോ വമ്പ ഫോഴ്സിൽ ചൂട് കാറ്റ് അത് വീശി അടിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അതുകൊണ്ട് ഞെട്ടും. ചൂട് കാറ്റിന്റെ ഒരു ചുഴലിക്കാറ്റാണ്. അത് നമ്മുടെ ദേഹത്ത് അടിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തവിട് പൊടിയായി പോയാനെ. എത്രയും വേഗം രക്ഷപ്പെടണം. ഗോക്കു ആണെങ്കിൽ ആ ഒരു ചൂട് കാറ്റ് അത് മുകളിലേക്ക് പോയ ഭാഗം കാണിച്ചു കൊടുക്കും. അവിടെ ഒരു ദ്വാരം കാണുന്നുണ്ട്. അതുവഴി വെജിറ്റ നമുക്ക് പുറത്തേക്ക് പോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. എത്രയും വേഗം നമുക്ക് അതുവഴി പുറത്തെത്താന്ന് പറഞ്ഞ് അവർ നല്ല സ്പീഡിൽ ദ്വാരത്തിന്റെ അടുത്തേക്ക് എത്തും. പക്ഷെ അവർ ക്ലോസ് തന്നെ താമസം അത് ക്ലോസ് ആയി പോവാണ്. ഓനോ, അത് അടഞ്ഞുപോയി. മര്യാദയ്ക്ക് അത് ഓപ്പൺ ചെയ്യാനായിട്ട് അവർ ദേഷ്യപ്പെട്ടു പറയും. ഇനി എന്തു ചെയ്യും? വെജിറ്റയ്ക്കാണെങ്കിൽ ദേഷ്യം കൂടും. നമ്മളെ കളിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഗോക്കു പറയും, അല്ല, അവന് ദേഷ്യം കൂടുമ്പോഴാണ് അവന്റെ ബോഡിയിൽ നിന്ന് പുക പുറത്തേക്ക് പോകുന്നത്. അപ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ഹോള് അത് ഓപ്പൺ ആവുക. സോ തീർച്ചയായിട്ടും ഇത് ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അല്പസമയം കൂടെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഹോളാണ്. സോ എത്രയും വേഗം നമ്മൾ അതിന്റെ അടുത്തേക്ക് പോയി നിൽക്കണം എന്ന് പറഞ്ഞ് അവരതിന്റെ അടുത്തേക്ക് പോയി നിൽക്കും. വീണ്ടും ആ ചൂട് വായു മുകളിലേക്ക് വരുമ്പോൾ വെജിറ്റ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യും. ഹോളാണെങ്കിൽ ഓപ്പൺ ആവും. അടുത്ത നിമിഷം ആ വായുവിന്റെ പവറിൽ നമ്മുടെ രണ്ടുപേരും പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല അവർ സേവ് ചെയ്തവരെല്ലാവരും ഇപ്പൊ ബാക്ക് ടു നോർമൽ ആവും. കുവും വെജിറ്റയും അവരങ്ങനെ സേഫ് ആയിട്ട് താഴേക്ക് ഇറക്കുകയാണ്. ഇവിടെ സുപ്രീം കായാണെങ്കിൽ ഹാപ്പി ആവും. വാവ്, അവർ പുറത്തേക്ക് വന്നു. ഡണ്ടയാണെങ്കിൽ തുള്ളിച്ചാടും. അവർ സേഫായി എല്ലാവരെയും പുറത്തേക്ക് എത്തിച്ചു. ബോവിന്റെ പവർ അത് കുറഞ്ഞു എന്ന് പറയും. സെയ്റ്റാനും ഭയങ്കര അത്ഭുതം. വെജിറ്റ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നമ്മളും ഇവരെല്ലാവരും പുറത്തേക്ക് വന്നത് അവൻ അറിഞ്ഞിട്ടില്ല. ഇവരെ നമുക്ക് സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് താഴേക്ക് വരുമ്പോഴായിരിക്കും വലിയൊരു പവർ അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുക. ആണെങ്കിൽ ബോവിന്റെ അടുത്തേക്ക് വരും. ഗോക്കു ആ പവർ സെൻസ് ചെയ്ത് വെജിറ്റയോട് പറയും, അവൻ കാണാൻ ദുർബലനായിട്ടുണ്ടെങ്കിലും അവന്റെ പവർ ഇപ്പോൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കണേ? ഇവിടെ ആ കാര്യം സുപ്രീം കായും അതുപോലെ തന്നെ എൽഡർ കായും തിരിച്ചറിയാണ്. അവരും ഭയപ്പെട്ട് നിൽക്കും. ഇവിടെ ബൂ ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് അവന്റെ ബോഡിയും പവറും ഒക്കെ കൂട്ടിക്കൊണ്ടേയിരിക്കും. സുപ്രീം കായാണെങ്കിൽ എൽഡർ കായോട് പറയും, അവന്റെ പവർ അതിപ്പോ ഒരുപാട് കൂടിയിരിക്കുകയാണ്, പക്ഷെ അവൻ നോർമൽ റേഞ്ചിലേക്ക് വന്നു എന്ന് പറയും. ഇവിടെ ഗോക്കുവും വെജിറ്റയും പരസ്പരം നോക്കും. അവനെ ഭയപ്പെടേണ്ടതില്ലെന്നാണ് തോന്നുന്നത്. കാരണം അവനിപ്പോ വീണ്ടും അവന്റെ പഴയ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. സെയ്ത്താൻ ആണെങ്കിൽ ഡണ്ടയോട് പറയും, ചെറിയ പയ്യനെ പോലെ ആയിരിക്കുകയാണ്, ഇതാണ് പറ്റിയ അവസരം, ഞാൻ എത്രയും വേഗം പോയി അവനെ അറ്റാക്ക് ചെയ്യാന്ന് പറയും. അത് കേട്ട് ഡണ്ടയാണെങ്കിൽ അവനെ താക്കീത് ചെയ്യും. അവനെ കാണാൻ ചെറിയ പയ്യനെ പോലെ ആണെങ്കിലും അവന്റെ പവർ ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. അവന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൻ നിന്നെ തരിപ്പണമാക്കി കളയെന്ന് പറയും. ഇവിടെ ഗോക്കുവും വെജിറ്റയാണെങ്കിൽ അവരെ എല്ലാവരെയും സേഫായി താഴെ ഇറക്കും. ഗോക്കു ആണെങ്കിൽ ഗോഹാനെ തട്ടും. അവ പതിയെ കണ്ണു തുറക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ വെജിറ്റയോട് പറയും, ഇവർക്ക് ജീവനുണ്ട്, പവർ ഒരുപാട് കുറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അതേസമയം ഇവിടെ ബോ അവൻ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ ടെലിപ്പോർട്ട് ചെയ്ത് ഇപ്പൊ ഉച്ചത്തിൽ നിലവിളിക്കും. അവന്റെ ശബ്ദം പുറത്തേക്ക് വരെ ഭൂമി കിടങ്ങി വരച്ച് ഓരോരോ ബിൽഡിങ്ങുകളായിട്ട് തകരാൻ തുടങ്ങുകയാണ്. വെജിറ്റയ്ക്കും ഗോക്കുവിനും അവർക്കാണെങ്കിൽ ചെവിക്ക് ഒരുപാട് പെയിൻ എടുക്കാനായിട്ട് തുടങ്ങും. ഇവിടെ എൽഡർ കായ ആണെങ്കിൽ സുപ്രീം കായോട് ചോദിക്കും, എന്താ ഈ പറയണേ? അവൻ പഴയതുപോലെ ആയെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അത് കഴിഞ്ഞ് സുപ്രീം കായ ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാൻ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.